ഹമാസിന്റെ മിലിറ്ററി ചീഫാണ് മുഹമ്മദ് ദെയ്ഫ്. പല ഘട്ടത്തിലും മുഹമ്മദ് ദെയ്ഫിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പല ശ്രമങ്ങളും ഇസ്രായേൽ നടത്തിയിട്ട് അതെല്ലാം പരാജയപ്പെട്ടതാണ്. മിലിറ്ററി വിങ്ങിനെ ഏതൊക്കെ തരത്തിൽ നയിക്കണം എന്ന് വളരെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്ന മുഹമ്മദ് ദെയ്ഫ് ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണത്തിനാണ് പല ഘട്ടത്തിലും ഹമാസിനെ പ്രോത്സാഹിപ്പിക്കാറുള്ളത്. ആ മുഹമ്മദ് ദെയ്ഫിനെ തങ്ങൾ കൊന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? ഇതിൽ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ? ഇതൊരു രാഷ്ട്രീയപരമായിരിക്കുന്ന തന്ത്രമാണോ എന്നുള്ള വിഷയമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. കാഞ്ഞ ബുദ്ധിയാണ് ഇസ്രായേലിന് എന്നുള്ള കാര്യം നമുക്കറിയാം. സാഹചര്യത്തിനും അവസരത്തിനും ഒത്ത് വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ അടിച്ചാക്ഷേപിക്കാനോ അതല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് അംഗീകരിപ്പിക്കാനോ പല ഘട്ടങ്ങളിൽ ഇസ്രായേലിന് സാധിക്കാറുണ്ട്. വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് ഒരു അസത്യത്തെ അസത്യമാക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒരു കുറുക്കന്റെ തന്ത്രത്തോടു കൂടിയാണ് പല പ്രശ്നത്തെയും ഇസ്രായേൽ അഭിമുഖീകരിക്കാറുള്ളത്. 30ഓളം വ്യത്യസ്തമായിരിക്കുന്ന പ്രമേയങ്ങൾ UN സഭയിൽ ഇസ്രായേലിനെതിരെ അവതരിപ്പിച്ചിട്ടുണ്ട്. 12ഓളം പ്രമേയങ്ങൾ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് UN സഭ തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇതുവരെ ഇസ്രായേലിനെതിരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. വേറെ ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെയാണ് ഈ ഒരു നടപടികളൊക്കെ UN സഭയുടെ ഭാഗത്ത് ഉണ്ടായത് എങ്കിൽ ആ രാജ്യം തന്നെ ഒരു പക്ഷെ നിലനിൽക്കാനുള്ള സാധ്യതയില്ല. ആ രീതിയിലായിരിക്കും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പല ഘട്ടങ്ങളിലും UN സഭ യുദ്ധം നിർത്തിവെക്കാനും റഫ അതിർത്തിയിൽ തടഞ്ഞു വെച്ച വാഹനങ്ങൾ ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷ്യധാന്യങ്ങളും മരുന്നും വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഗസ നിവാസികൾക്കുള്ള വാഹനങ്ങൾ തടഞ്ഞു വെച്ചത് അതിർത്തി കടന്നുകൊണ്ട് പ്രദേശത്തേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ് UN സഭയുടെ ഭാഗത്തുനിന്നുണ്ടായത്. 160ഓളം രാജ്യങ്ങളാണ് ഈ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തത്. പക്ഷേ ആ കാര്യങ്ങൾ നടന്നിട്ടില്ല. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ 2 കേസ് ഫയൽ ചെയ്തു. ആ ഫയൽ ചെയ്ത സംബന്ധമായ രീതിയിൽ ഇസ്രായേലിനോട് ഇതേ വിഷയം തന്നെ ക്രിമിനൽ കോടതി പറഞ്ഞു, അതും അംഗീകരിച്ചിട്ടില്ല. നമുക്കറിയാം അങ്ങനെയാണ് അത് പോകുന്നത്. നേരെ മറിച്ച് ഇറാഖിനെതിരെ UN സഭയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രമേയം അത് അംഗീകരിക്കുകയും അതിന് 32ഓളം രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഇറാഖിനെ ആക്രമിക്കുകയും സദ്ദാം ഹുസൈനെ പിടികൂടിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതേ UN സഭ പാസാക്കിയ പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടതാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇവിടെ തന്ത്രപരമായിരിക്കുന്ന ചില നീക്കങ്ങൾ ഇസ്രായേൽ നടത്തി, അത് പാളിപ്പോയി എന്നുള്ളതാണ്. അതിന്റെ കാര്യം മുഹമ്മദ് ദെയ്ഫിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. മുഹമ്മദ് ദെയ്ഫിനെ കൊലപ്പെടുത്തിയോ കൊലപ്പെടുത്തിയിട്ടില്ലേ എന്നുള്ള കാര്യത്തിന് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസമാണ്. ഇസ്രായേൽ അത് പറയുന്നുണ്ട്, എന്നാൽ ഹമാസ് അത് സ്ഥിരീകരിച്ചിട്ടുമില്ല. പക്ഷേ ഈ സംഭവം നടക്കുന്നത് ഇപ്പൊ അടുത്തല്ല, മെയ് 13-ാം തീയതിയാണ്. മെയ് 13-ാം തീയതി ഖാൻ യൂനിസിന്റെ ഭാഗത്ത് വലിയ സ്ഫോടനം നടത്തി ഏകദേശം 58ഓളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. അതിൽ മുഹമ്മദ് ദെയ്ഫ് ഉണ്ടായിരുന്നു എന്ന് ഇസ്രായേൽ പറയുന്നത് എപ്പോഴാണ്? അതിന്റെ പിറ്റേന്നോ അല്ല, ഓഗസ്റ്റ് 1-ാം തീയതി. എന്താ ഓഗസ്റ്റ് 1-ാം തീയതിക്ക് പ്രത്യേകത? അതിന്റെ തലേ ദിവസമാണ് ഇറാനിൽ വെച്ച് ഹമാസിന്റെ നേതാവായ ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടത്. ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതോടുകൂടി അന്താരാഷ്ട്ര മീഡിയകൾ മുഴുവനും വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിനെതിരെ വലിയ വിമർശനം ഉണ്ടായി. ഇസ്മായിൽ ഹനിയയായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾക്ക് രാഷ്ട്രങ്ങളും രാഷ്ട്രത്തിലെ ഭരണാധികാരികളും അവിടുത്തെ മീഡിയക്കാരും പത്രക്കാരും സോഷ്യൽ മീഡിയയും ഒറ്റ രീതിയിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചർച്ചയിലേക്ക് വന്നത്. അതോടുകൂടി വലിയ പ്രതിരോധത്തിലായി ഇസ്രായേൽ. ഈ പ്രതിരോധത്തിലായ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഹമാസിന്റെ മിലിറ്ററി വിങ്ങിന്റെ നേതാവായിരിക്കുന്ന മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ പ്രചരിപ്പിച്ചത്. ആ പ്രചരണം യഥാർത്ഥത്തിൽ എവിടെയും എത്താതെ പോയി എന്നുള്ളതാണ് കാര്യം. എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ അത് പറയുന്നു, ഹമാസ് അത് അംഗീകരിച്ചിട്ടില്ല. അതിന് കൃത്യമായിരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ ഇസ്രായേലിന്റെ കൈവശത്തിലും ഇല്ലായിരുന്നു. മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സന്ദേഹമാണ്. അതൊരു പക്ഷേ ഉണ്ടാവാം, ഒരു പക്ഷേ ഇല്ലാതിരിക്കാം. ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ സംഭവം നടന്ന ജൂലൈ 13-ാം തീയതി അല്ലെ 14-ാം തീയതി അവരെന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം 15 ദിവസം കഴിഞ്ഞു. ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം ഇത് പറയാനുള്ള കാരണം വിഷയത്തിന്റെ
രൂപങ്ങൾ മാറ്റാൻ വേണ്ടി, അതായത് മുഹമ്മദ് ദെയ്ഫിലേക്ക് ഒതുക്കിയിട്ട് ആ രീതിയിലുള്ള ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് ഇസ്രായേൽ നടത്തിയത്. ആ തന്ത്രമാണ് പാളിപ്പോയത്. അതാരും അങ്ങനെ മുഖവിലക്ക് എടുത്തിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ചില മീഡിയയിലൊക്കെ പ്രാധാന്യത്തോടു കൂടി രണ്ടുപേരെയും കൊലപ്പെടുത്തി എന്ന് വന്നിരുന്നു. ഇസ്മായിൽ അനിയെ കൊലപ്പെടുത്തി, അതോടൊപ്പം തന്നെ അതിന് പിറ്റേ ദിവസം ഹമാസിന്റെ നേതാവായിരിക്കുന്ന മിലിറ്ററി കമാൻഡർ ആയിരിക്കുന്ന മുഹമ്മദ് ദെയ്ഫിനെയും കൊലപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ വാർത്ത കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഒരേ സമയത്ത് നടന്നതാണ്, അല്ലെങ്കിൽ അന്നും പിറ്റേന്ന് നടന്നതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് അത് വായിക്കാൻ സമയത്ത് മുഹമ്മദ് ദെയ്ഫിനെയും കൊലപ്പെടുത്തി എന്നുള്ളതാണ് പിറ്റേ ദിവസം വന്നിരിക്കുന്ന ഹെഡിങ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിന്റെ പിറ്റേ ദിവസം മറ്റേ ആളെയും കൊന്നു എന്നുള്ളതാണ് വായിക്കാൻ വേണ്ടി പറ്റുന്നത്. യഥാർത്ഥത്തിൽ ഇത് ജൂലൈ 13 തീയതിയാണ് നടന്നത്. ആ 13 തീയതി നടന്നതിൽ ഒരുപാട് പലസ്തീനികൾ കൊല്ലപ്പെട്ട കൂട്ടത്തിൽ ആ കാൻ യൂണിസിന്റെ ഏതോ ഒരു ഭാഗങ്ങളിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വകവരുത്തി എന്ന തരത്തിലാണ് ഇസ്രായേൽ പ്രചരിപ്പിക്കുന്നത്. കൃത്യമായിരിക്കുന്ന തെളിവുകളൊന്നും ഇല്ല എന്ന് മാത്രമല്ല, ഇത് ഹമാസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് എന്ത് ചെയ്ത് വാർത്താ പ്രാധാന്യം തീരെ ഇല്ലാതാവുകയും ആ പ്രാധാന്യത്തിൽ ഊന്നിയിരിക്കുന്ന വാർത്തകൾ മുഴുവനും ഇസ്മായിൽ അനിയയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് മാറുകയും ചെയ്തു. അപ്പൊ യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ തന്ത്രപരമായിരിക്കുന്ന നീക്കങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ പരാജയത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളില്ല. അതിന്റെ യാഥാർത്ഥ്യമോ നിജസ്ഥിതിയോ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. തെളിവുകൾ ഹാജരാക്കാൻ ഇസ്രായേലിന്റെ കൈവശത്തിൽ അവരുടെ കയ്യിലും ഇല്ല. അവർക്ക് ഇത്തരം തന്ത്രങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും പ്രയോഗിക്കുന്നതാണ്. അതിന്റെ ആദ്യം അവർ പ്രയോഗിച്ച തന്ത്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ആശുപത്രി ആക്രമിച്ച്, യുദ്ധത്തിന്റെ ഒക്ടോബർ 7 തീയതി കഴിഞ്ഞു. പിന്നെ അതൊരാഴ്ചയുടെ ഇടയിലാണ് ഇവിടെ ഒരു ആശുപത്രി ആക്രമിക്കുന്നത്, ഗസയിൽ ആശുപത്രി ആക്രമിക്കുന്നു. 600ഓളം പേർ അതിൽ കൊല്ലപ്പെടുന്നു. കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ പറഞ്ഞ കാര്യം അത് ഹമാസിന്റെ മിസൈൽ വഴിതെറ്റിപ്പോയിട്ട് അതിൽ പതിച്ചുകൊണ്ടാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ്. അത് പിന്നെ വലിയ ചർച്ചയായിരുന്നു. അങ്ങനെ തന്നെയാണോ അല്ലേ എന്നുള്ള സംശയം അപ്പോൾ തന്നെ ഉണ്ടായി. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ മിസൈലുകൾ തുരുതുര വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അതുകൊണ്ട് വഴിതെറ്റി പോയതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ച ഉണ്ടായിരുന്നു. എന്നാൽ ഹമാസ് അത് നിഷേധിച്ചു. ആ സമയത്ത് അത് അന്താരാഷ്ട്ര വാർത്തയായി. ആദ്യം ഈ യുദ്ധം തുടങ്ങുന്നതിന്റെ ആദ്യത്തെ ആഴ്ചയാണ് ഇസ്രായേൽ ഈ ആശുപത്രി ആക്രമിച്ച് 600ഓളം പേരെ കൊലപ്പെടുത്തിയിരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു സംഭവം നടന്നത്. അന്താരാഷ്ട്ര മേഖലയിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. അതോടനുബന്ധിച്ച് റഷ്യയുടെ പ്രസിഡന്റാണ് ഇതിന്റെ കാര്യത്തിന്റെ നിജസ്ഥിതി കൃത്യമായ രീതിയിൽ ലോകത്തോട് പറയേണ്ടത് ഇസ്രായേലിന്റെ ബാധ്യതയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, റഡാർ സംവിധാനങ്ങളൊക്കെ വളരെ സുശക്തമായിരിക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് ഇസ്രായേൽ അതിനെ തെളിവോടുകൂടി ലോകത്തിന് മുൻപിൽ അത് അവതരിപ്പിച്ചു കൊടുക്കണം. നിങ്ങളല്ല ഇത് ചെയ്തത് എങ്കിൽ അതിനൊരിക്കലും ഇസ്രായേലിന്റെ ഭാഗത്ത് ഒരു മറുപടി ഉണ്ടായിട്ടില്ല എന്നുള്ളിടത്താണ് അവർ തന്നെയാണ് ഇത് ചെയ്യാനുള്ള സാധ്യത അല്ലെ ചെയ്തിരിക്കുന്നത് എന്ന് പിന്നീട് ലോകം ഈ വിവരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ചില യുദ്ധതന്ത്രങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഇസ്രായേലും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയൊക്കെ പ്രയോഗിക്കാറുള്ളത് അതാണ്. ആ സമയത്തൊക്കെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ ഇത് പറഞ്ഞ സമയത്ത് പ്രതിരോധിക്കാൻ വലിയ രീതിയിലുള്ള മീഡിയ സംവിധാനം, അൽ ജസീറ പോലെയുള്ള മീഡിയ സംവിധാനങ്ങൾ ഇന്ന് മുസ്ലിം പക്ഷത്ത് അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളുടെ പക്ഷത്തുണ്ട്. എന്നാൽ കുറച്ച് പുറകോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അൽ ജസീറയ്ക്ക് ഒന്നും വേണ്ട രീതിയിൽ അംഗീകാരം കിട്ടാത്ത, അതല്ലെങ്കിൽ അവരൊന്നും രംഗത്തില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഇസ്രായേൽ അടങ്ങുന്ന, യൂറോപ്യന്മാരടങ്ങുന്ന, അമേരിക്ക അടങ്ങുന്ന ഒരു സംഘമാണ്. അതുകൊണ്ട് അവരെന്താണോ ലോകത്തോട് പറഞ്ഞത് അത് മാത്രമാണ് ലോകം കേട്ടത്. സദ്ദാം ഹുസൈന്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട, ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സമയങ്ങളിലൊക്കെ ഇറാഖിന്റെ ജനങ്ങൾ കീഴടങ്ങുന്നു, സൈനികർ കീഴടങ്ങുന്നു, അവരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെ തകർത്തിരിക്കുന്നു, ബസർ വീണിരിക്കുന്നു, ബാഗ്ദാദ് വീഴാൻ പോവുകയാണ്. ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടായിട്ട് തയ്യാറാക്കുന്നത് മുഴുവനും ഈ BBC പോലെയുള്ള, റോയിട്ടേഴ്സ് പോലെയുള്ള അവരുടെ അധീനതയിലും അവരുടെ കൈവശത്തിലുള്ള ചാനലുകളാണ്. അതുകൊണ്ട് എതിർത്ത് പറയാൻ മറ്റൊരു ചാനലുകൾ ഇല്ലാത്തത് കൊണ്ട് അത് തന്നെയാണ് ലോകം വിശ്വസിക്കുകയും ചെയ്തത്. ഇന്ന് സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റം വന്നു. സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് അപ്പപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പപ്പോൾ തന്നെ ലോകത്തിന് അറിയാൻ വേണ്ടി സാധിക്കുന്നു എന്നതിനാൽ പരമാവധി ലോകരാജ്യങ്ങളും ജനങ്ങളും പാലസ്തീനോടൊപ്പം നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താവുന്നില്ല, ഇസ്രായേൽ പറയുന്ന ഒരു കാര്യവും ലോകം ഇപ്പോൾ വളരെ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി നോക്കുക എന്നല്ലാതെ വിശ്വസിക്കുന്നില്ല. കാര്യം തെളിവില്ലാത്ത രീതിയിലാണ് സംഭവങ്ങൾ പലതും പറയാറുള്ളത്. ആക്ഷേപിക്കുകയും അല്ലെങ്കിൽ അത് ഇന്നതാണ് എന്ന് സ്ഥാപിച്ചെടുക്കുകയുമാണ് സാധാരണഗതിയിൽ അവർ ചെയ്യാറുള്ളത്. അതിപ്പോൾ വിജയിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും വീഡിയോ റെക്കോർഡോട് കൂടിയിട്ടാണ് പലസ്തീന്റെ ഭാഗത്തു നിന്നൊക്കെ പുറത്തു വരാറുള്ളത്. അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പൊ ഇസ്രായേൽ സൈനികരും ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയാണ്.
ഹമാസിന്റെ മേഖല ആക്രമിക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ട് പുറത്തു വിടുന്നു. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് വെറും വാക്ക് പറഞ്ഞതുകൊണ്ട് ലോകം വിശ്വസിക്കുന്നില്ല, തെളിവോട് കൂടി പറയുന്ന സമയത്തെ ലോകം വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിരുന്ന വിഷയം ഇസ്രായേലിന്റെ തന്ത്രങ്ങൾ പാളുകയാണ്. യഥാർത്ഥത്തിൽ മുഹമ്മദ് ദെയ്ഫ് കൊല്ലപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ കൃത്യത വരുത്താൻ വേണ്ടി ഇപ്പോഴും ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം.